അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ പറഞ്ഞായിരുന്നു അല്ലേ. ആർ ഓഫ് ടി എന്നുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ആണ് അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ടാൻജൻറ്റ് വെക്റ്റർ നമ്മളത് ഗ്രാഫിക്കലൊക്കെ ആയിട്ട് വരച്ചതായിരുന്നു. നമ്മളിങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ആർ ഓഫ് ടി എന്നുള്ള ഒരു വെക്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത് ഇതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ആണെന്ന് പറഞ്ഞിരുന്നില്ല. അതായത് ഇത് തമ്മിൽ എന്താണ്, ഓർത്തോഗണലാണ്. ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ചെയ്താൽ നമുക്ക് എന്തായിട്ട് ആൻസർ 0 ആണ് അല്ലേ. അതായത് ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഓഫ് ടി എന്നുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ആണ് ഇത് ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി ആണ്. അതായത് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അതായത് ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു ഇത് നമ്മളുടെ ടാൻജൻറ്റ് വെക്റ്റർ. ടാൻജൻറ്റ് വെക്റ്റർ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ടി ഓഫ് ടി എന്നായിരുന്നു. ഇതിനെ നമ്മൾ ടി ഓഫ് ടീനെ നമ്മൾ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ. യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. ഇതായിരുന്നു എന്ത് പറയുന്നത്, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇനി യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ് പറയുന്നത്. യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ മനസ്സിലായി. ഇനി യൂണിറ്റ് നോർമൽ വെക്റ്റർ. യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ഉണ്ടല്ലോ, ഈ വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ്, ഇതിനെയാണ് നമ്മൾ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത്. ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവിന്, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവിന് ടി ഡാഷ് ഓഫ് ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർമൽ വെക്റ്റർ. നോർമൽ വെക്റ്റർ അതായത് ടി ഓഫ് ടി ഡോട്ട് ടി ഡാഷ് ഓഫ് ടി ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ടി ഓഫ് ടിയും ടി ഡാഷ് ഓഫ് ടിയും പെർപെൻഡിക്കുലർ ആണ്, ഓർത്തോഗണലാണ്. ഇവിടെ നമ്മൾ കർവ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും ടി ഡാഷ് ഓഫ് ടി എന്നുള്ള എന്തായിരിക്കും, ടി ഓഫ് ടി എന്നുള്ള ടാൻജൻറ്റ് വെക്റ്റർ. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ, ആ വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവിനെ, ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നോർമൽ വെക്റ്റർ ഡിനോട്ട് പറയുന്നത്. ഇനി നോർമൽ വെക്റ്ററിനെ യൂണിറ്റ് നോർമൽ വെക്റ്റർ, അതായത് യൂണിറ്റ് നോർമൽ വെക്റ്റർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഇതിനെ ഡിനോട്ട് ചെയ്യുക എൻ ഓഫ് ടി ഇതാണ്. അതായത് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ടി ഡാഷ് ഓഫ് ടി ആണ്. ഇത് നമ്മൾ യൂണിറ്റിലേക്ക് ആകുമ്പോൾ ഇത് ശരിക്കും എന്താണ്, ടി ഡാഷ് ഓഫ് ടി ആണ്. അതായത് നമ്മളുടെ ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ നോർമൽ വെക്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ യൂണിറ്റ് നോർമൽ വെക്റ്റർ. യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറയുമ്പോൾ എൻ ഓഫ് ടി നമ്മൾ എഴുതുന്നത് മോഡുലസ് എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. നോർമൽ വെക്റ്റർ കാണാനുള്ള ഇക്വേഷനാണ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത് ഇനി. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ പറഞ്ഞിരുന്നു ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത്. പിന്നെ അതുപോലെ കർവേച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കാപ്പ ഓഫ് ടി. എങ്ങനെയായിരുന്നു കാപ്പ ഓഫ് ടി പറഞ്ഞത്, കാപ്പ ഓഫ് ടി നോം ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. യൂണിറ്റ് നോർമൽ വെക്റ്റർ, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ, കർവേച്ചർ. ആർ ഡാഷ് ഓഫ് ടീന് ടാൻജൻറ്റ് വെക്റ്ററിനെ അതിൻ്റെ മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവിന്, അതായത് ഇതെന്താണ് ശരിക്കും നോർമൽ വെക്റ്ററാണ്. നോർമൽ വെക്റ്ററിനെ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ കിട്ടും. ഇനി അടുത്തത് വരുന്നത് ബൈനോർമൽ വെക്റ്റർ ആണ്. യൂണിറ്റ് നോർമൽ ഇപ്പോൾ ക്ലിയർ ആയില്ലേ. ഇനി ബൈനോർമൽ വെക്റ്റർ. ബൈനോർമൽ വെക്റ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബൈനോർമൽ വെക്റ്റർ. ബൈനോർമൽ വെക്റ്റർ നമ്മൾ ഡി ഓഫ് ടി എന്നാണ്. ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അതായത് ടാൻജൻറ്റ് വെക്റ്ററിനെയും നോർമൽ വെക്റ്ററിനെയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബി ഓഫ് ടി കിട്ടുക. അപ്പോൾ ബൈനോർമൽ വെക്റ്റർ യൂണിറ്റ് ബൈനോർമൽ വെക്റ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് 1 ആണ് കിട്ടുന്നത് വിചാരിച്ചാൽ എന്താണ്, ബൈനോർമൽ വെക്റ്ററും യൂണിറ്റ് വെക്റ്റർ ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും യൂണിറ്റ് നോർമൽ വെക്റ്ററുമാണ്, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ നോം എടുത്ത് നോക്കാം. നോം ബി ഓഫ് ടി, ദറ്റ് ഈസ് നോം ബി ഓഫ് ടി ഈസ് ഈക്വൽ ടു നോം ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി.
ദാറ്റ് ഈസ് ഈക്വൽ ടു നോമിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അതായത് ഇവിടെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി, മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മോഡ് എ ഇൻറ്റു മോഡ് ബി സൈൻ തീറ്റ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് റിസൾട്ടുകൾ. മോഡുലസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മോഡുലസ് നോം എന്നുള്ള 3Dയിൽ നോം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതന്നെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ടി ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് എൻ ഓഫ് ടി സൈൻ ഇവിടെ തീറ്റ എത്ര വരിക, കാരണം നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താണ് പരസ്പരം ഓർത്തോഗണലാണെന്ന് പറഞ്ഞു അല്ലേ. ഓർത്തോഗണൽ വെക്ടേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര ആയിരിക്കും, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് സൈൻ π/2 എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ടി ഓഫ് ടി എന്താണ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജന്റ് വെക്ടർ ആണ്. അതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, ദാറ്റ് ഈസ് 1 ആണ് അല്ലേ. 1 ഇൻറ്റു എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നോർമൽ വെക്ടർ ആണ്. അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്ടർ 1 ആണ്. ഇൻറ്റു സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോം ബി ഓഫ് ടി എന്താ നമുക്ക് കിട്ടിയത്, 1 ആണ്. അപ്പോൾ ബി ഓഫ് ടി എന്നുള്ളത് എന്താണ്, ബൈനോർമൽ വെക്ടറും യൂണിറ്റ് ബൈനോർമൽ വെക്ടറും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ മോഡുലസ് എന്താ വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷന് ഇത് യൂണിറ്റ് ആണ്, യൂണിറ്റ് വെക്ടർ ആണ്, ഇത് യൂണിറ്റ് വെക്ടർ ആണ്, എല്ലാം യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. അപ്പോൾ ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്നുള്ള ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം, ഇതെല്ലാം പരസ്പരം യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം എന്തായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും അല്ലേ. മൂന്നും എന്താണ്, 3 ബൈനോർമലും ടാൻജന്റും നോർമലും ഒക്കെ എന്താണ്, ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇനി ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ്. ഈ ഒരു 3 വെക്ടറുകൾ തമ്മിൽ നമ്മളൊരു കണക്ഷൻ കൊണ്ടുവരികയാണ്. അതായത് ഇത് ബൈനോർമൽ വെക്ടർ, ഇത് ടാൻജന്റ് വെക്ടർ, നോർമൽ വെക്ടർ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മളുടെ ആർ ഡാഷ് ഓഫ് ടി എന്നുള്ള വെക്ടർ എന്നുണ്ടെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഇത് 3 എന്താണ്, പരസ്പരം ഓർത്തോഗണലാണ്. ഇത് ഇതിനോട് ഓർത്തോഗണലാണ്, ഇത് ഇതിനോട് പരസ്പരം ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് ഈ 3. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്തെഴുതാം, ഇത് 3ഉം ഓർത്തോഗണലും ഇതിൻ്റെയൊക്കെ നോമും 1 ആവുന്നതുകൊണ്ട് ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ ടി ഓഫ് ടീനെ എങ്ങനെ എഴുതാം, ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആണ്. അപ്പോൾ ഇത് 3ഉം യൂണിറ്റ് വെക്ടറുകളും അതുപോലെ തന്നെ ഓർത്തോഗണലും ആവുന്നതുകൊണ്ട് നമുക്ക് ടി ഓഫ് ടീനെ എങ്ങനെ എഴുതാം, ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി. അതുപോലെ തന്നെ എൻ ഓഫ് ടീനെ എങ്ങനെ എഴുതാം, എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു ബി ഓഫ് ടി ക്രോസ് ടി ഓഫ് ടി. പരസ്പരം ഓർത്തോഗണലും യൂണിറ്റ് വെക്ടേഴ്സും ആവുന്നതുകൊണ്ട് നമുക്ക് ഈ 3 വെക്ടറുകളെ ഈസ് ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആൻഡ് ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി. ഇവിടെയാണ് ബി വരുന്നത്. ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെടുത്തത്, ടി ഓഫ് ടി ക്രോസ് എൻ അല്ലെ, ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആൻഡ് ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി ഇങ്ങനെ വരും, എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി. എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് എൻ ഓഫ് ടി പറഞ്ഞാൽ ബി ഓഫ് ടി ക്രോസ് ടി ഓഫ് ടി. ഓക്കെ, ഇങ്ങനെ പരസ്പരം ഓർത്തോഗണൽ ആയിട്ടാണ് ഈ വെക്ടേഴ്സ് വരുന്നത്. ഇനി ഈ ഒരു 3 വെക്ടറിനെ, അതായത് ടി ഓഫ് ടി, എൻ ഓഫ് ടി, ബി ഓഫ് ടി എന്നുള്ള ഈ ഒരു 3 മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടി എൻ ബി പ്രൈം ഓർ ഫ്രെനെറ്റ് പ്രൈം എന്ന് വിളിക്കും. ഓക്കെ, ടി എൻ ബി പ്രൈം ഓർ ഫ്രെനെറ്റ് പ്രൈം എന്ന് വിളിക്കും. ടി ഓഫ് ടി, എൻ ഓഫ് ടി, ബി ഓഫ് ടി എന്നുള്ള ഈ മ്യൂച്വലി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക, ടി എൻ ബി പ്രൈം ഓർ ഫ്രെനെറ്റ് പ്രൈം. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ജീൻ ഫെഡറിക് ഫ്രെനെറ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഫ്രെനെറ്റ് പ്രൈം എന്ന് വിളിക്കുന്നത്, ഓർ ഫ്രെനെറ്റ് പ്രൈം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റാണ്, ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ഫൈൻഡ് ബി ടി എന്ന് തന്നെ ചോദിക്കും. ഓക്കെ, ഒരു ഇക്വേഷൻ തന്നിട്ട് ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് ബി ടി എന്ന് തന്നെ ചോദിക്കും. ഇപ്പോൾ ടി എൻ ബി പ്രൈം ഓർ ഫ്രെനെറ്റ് പ്രൈം എന്ന് പറഞ്ഞാൽ
ഈ 3 വെക്റ്റേഴ്സുമാണ്. ഈ 3 വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? മ്യൂച്വലി ഓർത്തോഗണലുമാണ്, അതുപോലെ തന്നെ യൂണിറ്റ് വെക്റ്റേഴ്സുമാണ്. ബി ടി എൻ. അപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നതും കറക്റ്റ് നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ബി ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി അല്ലേ? ബി ടി എൻ ആണ്. ബി ഓഫ് ടി എന്നുണ്ടെങ്കിൽ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി, ആൻഡ് ടി ഓഫ് ടി എന്നുണ്ടെങ്കിൽ എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി, ആൻഡ് എൻ ഓഫ് ടി എന്നുണ്ടെങ്കിൽ ബി ഓഫ് ടി ക്രോസ് ടി ഓഫ് ടി. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിതൊരു ഫ്രെയിം ആണെന്ന് പറഞ്ഞു അല്ലേ? ടി എൻ ബി ഫ്രെയിം. അപ്പം നമുക്കതൊന്ന് പിക്ചറൈസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടി എൻ ബി ഫ്രെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടി എൻ ബി ഫ്രെയിം. ടി എൻ ബി ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബൈനോർമൽ, ഇത് യൂണിറ്റ് ടാൻജൻറ്റ്, യൂണിറ്റ് നോർമൽ, ബൈനോർമലും ടാൻജൻറ്റ് വെക്ടറും യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറും വരുന്ന ഈ ഒരു പ്ലെയിൻ, ഈ പ്ലെയിൻ അതായത് ബി ടി, ഈ ബി ടി എന്നുള്ള ബൈനോർമലും യൂണിറ്റ് ടാൻജൻറ്റും വരുന്ന ഈ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ റെക്ടിഫൈങ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും വരുന്ന ഈ ഒരു പ്ലെയിനെയാണ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ നോർമലും ബൈനോർമലും വരുന്ന ഈ ഒരു പ്ലെയിനിനെയാണ് നോർമൽ പ്ലെയിൻ. ബി ടി അതായത് ബൈനോർമലും ടാൻജൻറ്റും വരുന്നത് ഏതാണ്? റെക്ടിഫൈങ് പ്ലെയിൻ. റെക്ടിഫൈങ് പ്ലെയിനും അതുപോലെ ടാൻജൻറ്റ് വെക്ടറും യൂണിറ്റ് ടാൻജൻറ്റും നോർമലും വരുന്നതിന് ഏതാണ്? ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ. ആൻഡ് നോർമലും ബൈനോർമലും നോർമലും വരുന്നതിന് എന്താണ്? നോർമൽ പ്ലെയിൻ. അപ്പോൾ ഈ 3 എണ്ണം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുക നമ്മളോട് ബി എൻ ടി എന്ന് മാത്രമാവില്ല, ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാണാനൊക്കെ ചോദിക്കും. അതായത് ടിയും ബിയും വരുന്ന ഈ ഒരു പ്ലെയിനിൽ വരുന്ന ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അതായത് ഇവിടെ നമ്മൾ വരക്കുന്ന വെക്ടറിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ ടി എന്നിലുള്ള ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൽ വരുന്ന വെക്ടറിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇതിൽ വരുന്ന ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ എൻ ഓഫ് ടി ഫോർ ദ സർക്കുലർ ഹെലിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സി ടി. പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ, നോർമൽ വെക്റ്ററിനെ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്നും ഓർ പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ എന്നും കൂടെ പറയും കേട്ടോ. പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, യൂണിറ്റ് നോർമൽ വെക്റ്റർ ഓർ പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ ആണ് എൻ ഓഫ് ടി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഫൈൻഡ് എൻ ഓഫ് ടി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എൻ ഓഫ് ടി യൂണിറ്റ് നോർമൽ വെക്റ്റർ ചോദിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ. മൂന്നും എൻ ഓഫ് ടി തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫോർ ദ സർക്കുലർ ഹെലിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി. ചിലപ്പോൾ നമ്മളോട് ഫോർ ദ സർക്കുലർ ഹെലിക്സ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സർക്കുലർ ഹെലിക്സിൻ്റെയും സർക്കിളിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. പാരാമെട്രിക് ഇക്വേഷൻ ചിലപ്പോഴേ ഇത് തരുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സി ടി. അപ്പോൾ ഇവിടെ നമുക്ക് എൻ ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? എൻ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. ദാറ്റ് ഈസ് നമുക്ക് ആർ ഓഫ് ടി അറിയാം. ആർ ഓഫ് ടിയിൽ എക്സ് എന്താണ്? എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ടി ഡാഷ് ഓഫ് ടി കിട്ടുന്നതിന് മുമ്പേ ടി ഓഫ് ടി വേണം അല്ലേ? ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ആണ്. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, അതിന് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് നോം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ടി ഓഫ് ടി is equal to ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഓഫ് ടി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ നോമും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആർ ഡാഷ് ഓഫ് ടി ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഹേ കോസിൻ്റെത് മൈനസ്, അപ്പോൾ മൈനസ് സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ടി സി കെ എന്ന് വരും. എന്ത് ചെയ്യാം? നോം ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? ഇവിടെ എ സ്ക്വയറും ഉണ്ട്
എ സ്ക്വയർ സൈൻ സ്ക്വയർ ഉണ്ടാവും പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എ സ്ക്വയർ കോമൺ ആയിട്ട് വരും ഇൻറ്റു എ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആയിട്ട് പോകും. ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട് പ്ലസ് സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ് ഇത് വരുന്നത്, നോ ആർ ഡാഷ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് ഓഫ് ടി എന്ത് വരും? ടി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് മൈനസ് എ സൈൻ ടി I plus a cos tj plus ck divided by root of a square plus c square. That is equal to I, j, k coordinates separate ചെയ്ത് എഴുതാം. Minus a sin t divided by root of a square plus c square I plus a cos t divided by root of a square plus c square j plus c divided by root of a square plus c square k എന്ന് വരും. അപ്പോൾ ഞാൻ ഓരോ കമ്പോണൻറ്റിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ടി ഓഫ് ടി വരുന്നത്. ഇനി ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഫസ്റ്റ് എ സൈൻ ടീൻ്റെ എ എന്ന് പറയുമ്പോൾ സൈൻ ടീൻ്റെ എന്താ പറയുക? കോസ് അല്ലേ. അതായത് മൈനസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഐ പ്ലസ് എ കോസ് ടി. എൻ്റെ കോസിൻ്റെ ഒരു മൈനസ് സൈൻ, അതായത് മൈനസ് എ സൈൻ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ജെ പ്ലസ് സി ഡിവൈഡഡ് ബൈ, അത് ഫുൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. മൈനസ് എ ഡിവൈഡഡ് ബൈ മൈനസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഐ മൈനസ് എ സൈൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ജെ. അപ്പോൾ അതാണ് ടി ഡാഷ് ഓഫ് ടി വരുന്നത്. ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? നോം ടി ഡാഷ് ഓഫ് ടി. നോം ടി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് ഇതിൻ്റെ റൂട്ട് പറഞ്ഞാൽ എന്തൊരു മൈനസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ whole square plus minus a sin t divided by root of a square plus c square, that is equal to root of then വരും a square cos square t ഉണ്ടാകും divided by a square divided by root of a square plus c square whole square ഉണ്ടാകും plus then ഉണ്ടാകും a square divided by root of a square plus c square whole square ഉണ്ടാകും. That is equal to നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ടും സ്ക്വയറും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും അല്ലേ. ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. എ സ്ക്വയറും ഇതിൻ്റെ റൂട്ട് എന്താ വരിക? എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും. ഇതാണ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ് നോം ടി ഡാഷ് ഓഫ് ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ ഓഫ് ടി എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എൻ ഓഫ് ടി എങ്ങനെ എഴുതാം? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി എന്തായിരുന്നു? മൈനസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഐ മൈനസ് എ സൈൻ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ജെ ഓൾ ഡിവൈഡഡ് ബൈ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇവിടെ എയും ഉണ്ടാകും, ഈ എയും എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് എന്താ ലാസ്റ്റ് വരിക? മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. ഇതാണ് നമ്മളുടെ എൻ ഓഫ് ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? നമുക്ക് ആർ ഓഫ് ടി തന്നിരുന്നു. ആർ ഓഫ് ടി എന്ന് പറഞ്ഞത് സർക്കുലർ ഹെലിക്സ് ആയതുകൊണ്ട് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ ആണെന്നുള്ളത് തന്നിരുന്നു. അപ്പോൾ ഇനി ചിലപ്പോൾ തരില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്ന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ടാൻജൻറ്റ് വെക്റ്റർ, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി ഇതെന്ന് കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്തു. ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഇതിൻ്റെ ഡെറിവേറ്റീവ് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി ആണ്. അപ്പോൾ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഡാഷ് ഓഫ് ടി അതിൽ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്തു. നോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആർ ഡാഷ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ചെയ്തു. നമുക്ക് എൻ ഓഫ് ടി എന്ന് കിട്ടിയത് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ
യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നോർമൽ വെക്റ്റർ എന്നോ ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് n ഓഫ് ടി എന്ന്